ഹായ് ഹലോ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഓണമൊക്കെ ഇനി നമ്മുടെ വീട്ടുമുറ്റത്ത് വരെ എത്തി. 10 ദിവസം ഓണമാണ് ഇപ്പം നമ്മൾ ആഘോഷിക്കുന്നത്. 2 3 ദിവസമായതുകൊണ്ട് എല്ലാവരും ഓണത്തിൻ്റെ തിരക്കിലായിരിക്കുമെന്ന് എനിക്കറിയാം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഞാൻ അറിയിച്ചു കൊള്ളുന്നു. അതുപോലെ എല്ലാവരുടെയും പ്രോസ്പെരിറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എത്ര വയസ്സായവരുടെയും റിങ്കിൾസും ഫൈൻ ലൈൻസും മുഖത്തെ ഡള്ളായിട്ടുള്ള ആ ഒരു അപ്പിയറൻസും ഡാർക്ക് സ്പോട്ടും ഒക്കെ മാറ്റി മുഖത്തിന് നല്ല തിളക്കം തരുന്ന ഒരു ഫേസ് പാക്കാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. നമ്മൾ ഇന്ന് അതിലേക്ക് ഉപയോഗിക്കുന്ന മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ടൊമാറ്റോ ആണ്. പിന്നെ നമ്മൾ അതിലേക്ക് ഓട്സ് ഉപയോഗിക്കുന്നുണ്ട്. ഈ ഓട്സ് എന്ന് പറയുന്നത് എല്ലാവർക്കും എല്ലാ സമയത്തും ഒരേപോലെ മാച്ച് ആകുന്ന ഒന്നല്ല. എല്ലാവരും ഒരേപോലെ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. പെട്ടെന്ന് മുഖത്തിൻ്റെ കളർ മാറുന്നു, പെട്ടെന്ന് ഡാർക്ക് സ്പോട്ട് വരുന്നു, വലയങ്ങൾ വരുന്നു എന്നൊക്കെയുള്ളത്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ചെയ്ത് നോക്കും. എന്തൊക്കെ ചെയ്യും? ഓടി ബ്യൂട്ടി പാർലറിൽ പോകും, പോയിട്ട് നമ്മളൊന്ന് ഡീറ്റാൻ ചെയ്യും, ബ്ലീച്ച് ചെയ്യും. ബ്ലീച്ച് ചെയ്യുമ്പോൾ അവർ പറയും ഫേഷ്യൽ കൂടെ ചെയ്താൽ നല്ലതായിരിക്കും. ഒരു ദിവസം ഒരു 12 മണിക്കൂർ അതിൻ്റെ ഒരു എഫക്റ്റ് കാണും. അത് കഴിയുമ്പോൾ അത് മാറും. പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യും, എന്ത് ചെയ്യാം. അപ്പോൾ ആരെങ്കിലും പറഞ്ഞ് നമ്മൾ കെമിക്കൽ പീലിങ്ങിനെ കുറിച്ച് അറിയും. ഓടിപ്പോയി കെമിക്കൽ പീലിംഗ് ചെയ്യും. ഒരാഴ്ചത്തേക്ക് അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടായിരിക്കും. അത് കഴിയുമ്പോൾ വീണ്ടും പഴയ പോലെ തന്നെയാകും. നമുക്ക് പെട്ടെന്ന് മുഖത്തൊരു ബ്രൗൺ ഷെയ്ഡ് വീണ പോലെയൊക്കെ തോന്നും അല്ലേ? ഇപ്പം ചിലർ പറയും നമ്മളോട് വളരെ ഡള്ളായിട്ടിരിക്കുന്നല്ലോ, ക്ഷീണം പോലെ തോന്നുന്നല്ലോ. നമുക്ക് തന്നെ തോന്നും എന്തോ ഒരു വാടിയ പോലെ ഉണ്ടല്ലോ ഫേസ് എന്നൊക്കെ നമുക്ക് തന്നെ തോന്നാറില്ലേ? അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരമാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ആ ഒരു ഫേസ് പാക്ക്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫേസ് പാക്ക് കണ്ടിട്ട് വരാം. നമ്മൾ ഇന്ന് ഫേസ് പാക്ക് ഉണ്ടാക്കാൻ പോകുന്നത് തക്കാളി ഉപയോഗിച്ചാണ്. അധികം പഴുത്ത തക്കാളി വേണ്ട, കുറച്ച് ഒരു മീഡിയം പഴുത്തത് മതി. നല്ല പുളിയുള്ള തക്കാളിയാണ് നമുക്ക് ഈ ഫേസ് പാക്കിലേക്ക് ഏറ്റവും നല്ലത്. തക്കാളി നമ്മുടെ ഫേസിനെ നന്നായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്ത് ഡെഡ് സെൽസിനെയൊക്കെ മാറ്റി നല്ല തിളങ്ങുന്ന മുഖമാക്കി മാറ്റാനും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനും പിഗ്മെന്റേഷനെ ഫെയ്ഡ് ആക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഫ്രൂട്ടാണ് അല്ലെ വെജിറ്റബിൾ ആണ് തക്കാളി. ആന്റി ഏജിങ് പ്രോപ്പർട്ടീസ് ഒരുപാടുണ്ട് തക്കാളിയിൽ. നമ്മളുടെ ഫേസിൽ ഉണ്ടാകുന്ന ഓയിലിനെ കൺട്രോൾ ചെയ്യാനും ആക്നെ മുഖക്കുരു വരാതെ തടയാനും ഒക്കെ തക്കാളി സഹായിക്കും. അതുപോലെ ഓപ്പൺ പോസ് ഉള്ളവർക്ക് പോസിനെ ഷ്രിങ്ക് ആക്കാൻ സഹായിക്കുന്ന ഒരു ഏജന്റ് ആണ് തക്കാളി. നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന സൺബേൺ, അതായത് ടാൻ അടിച്ചിട്ട് സൂര്യപ്രകാശം അടിച്ചിട്ടുള്ള കറുപ്പ് കളർ സൺ ടാനിനെയൊക്കെ മാറ്റി മുഖം നല്ല ക്ലിയർ ആക്കുന്ന ഒരു ഫ്രൂട്ടോ വെജിറ്റബിളോ ഒക്കെയാണ് തക്കാളി. കരിമംഗല്യമുള്ളവർക്ക് ഈ തക്കാളി പൾപ്പിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഫേസ് പാക്ക് വളരെ നല്ലതാണ്. തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് മിക്സിയിലോ അല്ലെ ബ്ലെൻഡറിലോ ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. തക്കാളി നമ്മുടെ സ്കിന്നിന്റെ യുവത്വത്തിനെ നിലനിർത്താനും കുറച്ച് ഫൈൻ ലൈൻസ് ഒക്കെ വന്നിട്ടുണ്ട് അതിനെയൊക്കെ മാറ്റി യുവത്വം തരാനും സഹായിക്കുന്ന ഒരു ഫ്രൂട്ടോ വെജിറ്റബിളോ ഒക്കെയാണ് തക്കാളി. നമുക്ക് അരച്ച തക്കാളി പൾപ്പിനെ ഒരു തുണിയിലൂടെ അരിച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ആ ഒരു പ്യൂരെ, തക്കാളിയുടെ ആ ഒരു ജ്യൂസാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. തക്കാളി പിഴിഞ്ഞ ജ്യൂസ് അല്ല കേട്ടോ, തക്കാളി പൾപ്പ് തന്നെ വേണം. ഇങ്ങനെ നമ്മൾ പിഴിഞ്ഞെടുക്കുന്നത് കാരണം അത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ജ്യൂസ് ആയിട്ട് നമുക്ക് കിട്ടുകയും നമ്മൾ പായ്ക്കൊക്കെ വെച്ച് മിക്സ് ചെയ്യുമ്പോൾ നമ്മളുടെ ഫേസിലേക്ക് നന്നായിട്ട് അബ്സോർവ് ആയി കിട്ടി അതിന്റെ ഫുൾ ഗുണം നമ്മൾക്ക് സ്കിന്നിലേക്ക് കിട്ടുകയും ചെയ്യും എന്നുള്ളതാണ് അതിന്റെ കാര്യം. നമ്മൾക്ക് ഈ തക്കാളി ജ്യൂസിൽ നിന്ന് നമുക്ക് വേണ്ടത്ര തക്കാളി ജ്യൂസ് നമ്മുടെ ഫേസ് പാക്കിലേക്ക് എടുക്കാം. ബാക്കി നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ ഐസ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. ഈ തക്കാളി ജ്യൂസിലേക്ക് നമ്മളിപ്പോൾ ആഡ് ചെയ്യാൻ പോകുന്നത് ഫേസ് ബ്രൈറ്റനിങ് ഫേസ് പാക്ക് ആണ്. ഇത് നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും. നമുക്ക് വേണ്ടത്ര ഫേസ് ബ്രൈറ്റനിങ് പാക്ക് എടുക്കുക, വേസ്റ്റ് ആക്കണ്ട. ഒരുപാട് വില കൂടിയ ഇൻഗ്രീഡിയൻസ് ഉള്ളതാണ് സാൻഡൽവുഡ് ഒക്കെ. ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് 10 ഡ്രോപ്പ് ജോജോബ ഓയിലാണ് നമ്മൾ ചേർക്കുന്നത്. പിന്നെ നമ്മൾ ചേർക്കുന്നത് ലാവൻഡർ ഓയിലാണ്. ലാവൻഡർ ഓയിലും നമുക്ക് ഒരു 5 ഡ്രോപ്പ് ലാവൻഡർ ഓയിൽ ചേർക്കാം. ജോജോബ ഓയിൽ നമ്മുടെ സ്കിന്നിനെ നല്ല വൈറ്റ് ആക്കാനും യൂത്ത് ആക്കാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെയാണ് ലാവൻഡർ ഓയിലും. ഇപ്പോൾ നമ്മൾ ചേർക്കുന്നത് അലോവേറ ജെല്ലാണ്. അലോവേറ ജെൽ നമ്മുടെ സ്കിന്നിന്റെ മോയ്സ്ചറിനെ നിലനിർത്താനും സ്കിന്നിന് ഈവൻ സ്കിൻ ടോൺ തരാനും സൺ ബേണിനെ സൺ ടാനിനെ ഒക്കെ അടിക്കാതെ നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ട് നമുക്ക് നമ്മുടെ
അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്ന ഒരു ടൂളാണ്. ഞാൻ ഇതിന്റെ ലിങ്ക് കൊടുത്തേക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിച്ചോളൂ. ഇതിങ്ങനെ എടുത്ത് നമ്മുടെ ഫേസിൽ നല്ല വാഷ് ചെയ്ത് ക്ലീൻ ആക്കിയ ഫേസിൽ അപ്ലൈ ചെയ്യൂ. അപ്ലൈ ചെയ്ത് നിങ്ങളുടെ സ്കിന്നിന്റെ ഡ്രൈ ആകുന്നതിനനുസരിച്ച് 15ഓ 20ഓ 25ഓ മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വാഷ് ചെയ്ത് കളയാം. ആഴ്ചയിൽ 4 ദിവസം ഇതുപോലെ ചെയ്യൂ. ഇതേപോലെ തന്നെ നലങ്കുമാവാണിത്. നലങ്കുമാവ് വെച്ചും അല്ലെങ്കിൽ നലങ്കുമാവ് സ്കിൻ ബ്രൈറ്റനിങ് പൗഡർ ഒന്നുമില്ലെങ്കിൽ ആഴ്ചയിൽ 1 ദിവസം ഓട്സ് വെച്ചും ചെയ്യാം. ഓട്സ് എല്ലാവരുടെയും സ്കിന്നിന് എപ്പോഴും ഒരേപോലെ മാച്ചാകത്തില്ല. ബാക്കി വന്ന ഈ ഫേസ് പാക്ക് ഇല്ലേ, കുറെ ബാക്കി വരുമല്ലോ, എല്ലാം നമ്മൾ ഉപയോഗിക്കത്തില്ല, കാരണം ഒത്തിരി നല്ല ഇൻഗ്രീഡിയൻസ് ഉള്ളത് കാരണം. അതിലേക്ക് കുറെ റോസ് വാട്ടർ ഒഴിച്ച് അതിനെ നല്ലൊരു വാട്ടറി ലിക്വിഡ് ആക്കിയിട്ട് നമുക്ക് അതിനെ റീയൂസ് ചെയ്യാവുന്നതാണ്. ഇത് ഐസ് ആക്കുന്ന ഒരു മോൾഡാണ്. ഇതിന്റെ ലിങ്ക് ഞാൻ കൊടുക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിച്ചോളൂ. ഐസ് ട്രേയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിനെ കുറച്ച് റോസ് വാട്ടർ ഒഴിച്ച് ലിക്വിഡ് ആക്കി സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി രാവിലെ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞ് ഇത് വെച്ച് മസാജ് ചെയ്യുന്നത് സ്കിൻ ബ്രൈറ്റൻ ആക്കാനും സ്കിന്നിന് നല്ല വൈറ്റ് കളർ തരാനും ഫെയർ കോംപ്ലക്ഷൻ തരാനും ഫൈൻ ലൈൻസ് വരുന്നതും റിങ്കിൾസ് വരുന്നതും ഒക്കെ തടയാനും ഈ ഐസ് മസാജ് നിങ്ങളെ നന്നായിട്ട് സഹായിക്കും. എല്ലാവരും ഓണത്തിന്റെ തിരക്കിലാണെങ്കിലും തക്കാളി നമ്മുടെ വീട്ടിലുണ്ടാവും. എന്തെങ്കിലുമൊക്കെ കറികളിൽ നമ്മൾ തക്കാളി ഇടും അല്ലെ, ഉറപ്പായിട്ടും സാമ്പാറിൽ തക്കാളി കാണും. ഓക്കെ, അതിൽ നിന്ന് ഒരു 2-3 പീസ് എടുത്ത് വെച്ചിട്ട് ഒന്ന് അരച്ച് ഒന്ന് സ്മാഷ് ചെയ്ത്, ഇതിൽ തക്കാളി ജ്യൂസ് അല്ല വേണ്ടത്, നമ്മൾ കണ്ടല്ലോ തക്കാളി പൾപ്പാണ് വേണ്ടത്. അതിലേക്കാണ് നമ്മൾ എല്ലാം മിക്സ് ചെയ്തത്. ഫേസ് ബ്രൈറ്റനിങ് പാക്ക് മിക്സ് ചെയ്തു, നലങ്കമാവ് മിക്സ് ചെയ്തു. ഇതൊക്കെയും തക്കാളി പൾപ്പിൽ മിക്സ് ചെയ്ത് ഫേസിൽ ഇടുവാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല എഫക്റ്റ് കിട്ടും. എസ്പെഷ്യലി നമ്മളുടെ ഫേസ് ബ്രൈറ്റനിങ് പാക്കും നലങ്കുമാവും വളരെ എഫക്റ്റീവാണ് തക്കാളി പൾപ്പിൽ മിക്സ് ചെയ്ത് ഫേസിലിട്ടാൽ. ഓട്സ് എല്ലാ സമയത്തും എല്ലാവർക്കും ചേരണമെന്നില്ല. ഒരുപാട് മേക്കപ്പ് ഇടുന്ന ആളുകൾക്ക് മേക്കപ്പ് റിമൂവ് ചെയ്യാനും ഒന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്ത് ഫേസിനെ ഒന്ന് ക്ലിയർ ആക്കാനും ഈ ഓട്സും തക്കാളിയും കൂടെ പൊടിച്ചത് നമ്മൾ ഫേസിലിട്ടൊന്ന് മസാജ് ചെയ്ത് വാഷ് ചെയ്യുന്നത് നല്ലതാണ്. പക്ഷെ പെർമനന്റ് ആയിട്ട് സ്കിൻ കെയർ ചെയ്യുമ്പോൾ സ്കിൻ ബ്രൈറ്റനിങ് പൗഡർ, അതിൽ നമ്മൾ ഒരുപാടും ചേർത്തിട്ടുള്ളത് ഒറിജിനൽ ചന്ദനത്തിന്റെ പൊടിയും അതേപോലെ ഒറിജിനൽ കസ്തൂരി മഞ്ഞളും. കസ്തൂരി മഞ്ഞൾ ഒരു വൈറ്റിഷ് ക്രീമിഷ് കളറാണ് കസ്തൂരി മഞ്ഞളും. പിന്നെ കുറേ ഇൻഗ്രീഡിയൻസും ചേർത്തുണ്ടാക്കിയ ഫേസ് പാക്ക് പൗഡറാണ്, ഫേസ് ബ്രൈറ്റനിങ് പൗഡറാണ് നമ്മൾ ഇന്ന് നമ്മളുടെ തക്കാളിയുടെ കൂടെ മിക്സ് ചെയ്ത് ചേർത്തിരിക്കുന്നത്. അതുപോലെ നമ്മുടെ നലങ്കുമാവ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നലങ്കുമാവിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഉണ്ടെന്ന്. തക്കാളിയുടെ കൂടെ ഒന്ന് ചേർക്കുമ്പോഴത്തേക്കും ആ നലങ്കുമാവിലും അല്ലെങ്കിൽ നമ്മുടെ ഫേസ് ബ്രൈറ്റനിങ് പാക്കിലും ഉള്ള എല്ലാ ഇൻഗ്രീഡിയൻസിന്റെയും എസൻസ് ഇൻഫ്യൂസ് ചെയ്ത് തക്കാളിയിലോട്ട് വരികയാണ് ചെയ്യുന്നത്. ഈ തക്കാളി ജ്യൂസിലോട്ട് വന്ന് പെട്ടെന്ന് തന്നെ നമ്മുടെ ഫേസിന് അത് അബ്സോർവ് ചെയ്തെടുത്ത് നമ്മുടെ ഫേസിന് ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്ലോ തരാനായിട്ട് സഹായിക്കും. അതേപോലെ തന്നെ ബ്രൈറ്റ് ആക്കുന്നതിന്റെ കൂടെ തന്നെ കരിമങ്കല്യവും ഡാർക്ക് സ്പോട്ടും അണ്ടർ ഐ സർക്കിൾസും ഒക്കെ തന്നെ നമ്മളെ ലൈറ്റനാക്കി നമ്മുടെ ഫേസ് ക്ലിയർ ആക്കും. ഒരു 40 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു നോക്കൂ, ഉറപ്പായിട്ടും നല്ല ഫലം കിട്ടും. ഇപ്പം നാളെ ഓണത്തിന് വേണ്ടി ഇത് ചെയ്തു നോക്കിയാൽ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നിങ്ങൾ കുക്കുംബർ ഫേസ് പാക്ക് മോയ്സ്ചറൈസർ ഇടുന്നുണ്ടെങ്കിൽ ഈ ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞ് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നിങ്ങൾക്ക് കുക്കുംബർ മോയ്സ്ചറൈസർ ഇടാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഓണമൊക്കെ സന്തോഷമായിട്ട് അടിച്ചു പൊളിച്ച് ആഘോഷിക്കുക. ഒരു സങ്കടങ്ങളും അന്നത്തെ ദിവസം ഓർക്കാതിരിക്കാൻ. ഈ ഒരു 2-3 ദിവസം നമ്മൾ ആഘോഷത്തിന്റെ ദിവസങ്ങളാണല്ലേ, നമ്മളുടെ ട്രഡീഷനും നമ്മളുടെ കുട്ടിക്കാലത്തെ ഓർമ്മകളും അല്ലെ. നമ്മൾ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഓണത്തിന് ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യം ചെയ്യുക. നമ്മൾ സദ്യ ഉണ്ടാക്കുന്നു, നമ്മൾ നല്ല പായസം ഉണ്ടാക്കുന്നു, നമ്മൾ റിലേറ്റീവ്സിനെ കാണുന്നു, നമ്മൾ എല്ലാവരെയും മീറ്റ് ചെയ്യുന്നു, അവർ നല്ലത് പറയുന്നു, അക്സെപ്റ്റ് ചെയ്യുന്നു, അവരെന്തെങ്കിലും കമന്റ് അടിച്ചാൽ അതും നമ്മൾ കേൾക്കുന്നു. അങ്ങനെ പലതും നമ്മുടെ ലൈഫിൽ നടക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെയും ഒരു മെമ്മറി ആയിട്ട് നമുക്ക് അവിടെ കിടക്കും നമ്മളുടെ ബ്രെയിനിൽ. ചിലതൊന്നും മെമ്മറി ആയിട്ട് കിടക്കില്ല. പക്ഷെ നമ്മളുടെ സെൽഫ്, നമ്മുടെ ഉള്ളിൽ ഒരു ആത്മാവുണ്ട്. ആ ആത്മാവിന് എപ്പോഴും സന്തോഷം കൊടുത്തുകൊണ്ടേയിരിക്കണം. അതിനാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത്. അതിന് നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാം. എന്താണെന്നറിയോ, നിങ്ങൾക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഓണത്തിനുണ്ടാക്കിയ ഫുഡിൽ നിന്നും കുറച്ച് ഒരു പാഴ്സലായിട്ട് എടുക്കുക, കാർ എടുക്കുക, ഒന്ന് റൗണ്ട് അടിക്കുക, ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുക.
ആരെങ്കിലും കാണും. ചിലപ്പോൾ വീട്ടിൽ പോകാൻ പറ്റാതെ ജോലി ചെയ്യുന്ന, നൈറ്റോട് നൈറ്റ് ജോലി ചെയ്യുന്ന സെക്യൂരിറ്റി ഗാർഡ്സ് ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ നമ്മൾക്ക് കാണാൻ പറ്റും. ഞാൻ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട്. എന്തെങ്കിലും വിശേഷമുള്ള ദിവസങ്ങളിൽ, അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും സ്പെഷ്യൽ പൂജയുള്ള ദിവസങ്ങളിൽ ഉണ്ടാക്കുന്ന ഫുഡ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദിവസങ്ങളിൽ ഞാൻ ഡ്രൈവ് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഞാൻ എപ്പോഴും എൻ്റെ കയ്യിൽ 2 3 ഫുഡിൻ്റെ പാക്കറ്റ് ഉണ്ടാവും. ഇലയിൽ പൊതിഞ്ഞതോ, അല്ലെ ഇവിടെ ഒരു ഡ്രൈ ആയിട്ടൊരു ലീഫ് കിട്ടും, അതിനകത്ത് പൊതിഞ്ഞതോ, അല്ലെ ഡിസ്പോസിബിൾ പാക്കറ്റുകൾ ഉണ്ടാവും, യൂസ് ആൻഡ് ത്രോ, അതിൽ പൊതിഞ്ഞതോ ഞാൻ വെച്ചേക്കും. കൊടുക്കാൻ പറ്റുന്നിടത്തോളം കൊടുക്കും. ബാക്കിയുള്ളത് വീട്ടിൽ കൊണ്ടുവന്ന് നമുക്ക് കഴിക്കാം. തൂക്കി പോടണമെന്ന്, കളയണം എന്നില്ല. അല്ലെ, അങ്ങനെ ചെയ്യാം. പിന്നെ അല്ലെങ്കിൽ ആർക്കെങ്കിലും ചെറിയൊരു ബ്ലൗസ് പീസോ, വില കുറഞ്ഞ എന്തെങ്കിലും ഒരു സാധനങ്ങളോ, 2 3 സാധനങ്ങൾ, വില കുറഞ്ഞതെന്ന് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ബഡ്ജറ്റിലുള്ള സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ പാക്ക് ചെയ്ത് ആർക്കെങ്കിലുമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് ഭയങ്കര സന്തോഷമായിരിക്കും നമ്മൾക്ക്. പിന്നെ പൈസ മിസ്യൂസ് ചെയ്യത്തില്ല, കള്ള് കുടിക്കത്തില്ല എന്നൊക്കെ ഉറപ്പുള്ളവർക്ക് പൈസ കൊടുത്തും നമുക്ക് സഹായിക്കാം. ഞാൻ എന്തുകൊണ്ട് ഇത് പറയുന്നു എന്ന് വെച്ചാൽ, ഞാൻ എപ്പോഴും ഇങ്ങനെ ഇവിടെയൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ, നമ്മൾക്ക് ചെരുപ്പ് തയ്ക്കുന്നവര്, ലൈം വിൽക്കുന്നവര്, ഫ്രൂട്ട്സ് വിൽക്കുന്നവര്, പൂക്കൾ വിൽക്കുന്നവര്, അല്ലെങ്കിൽ മെയിൻ മാർക്കറ്റിലുള്ളവർ, അവരൊക്കെ നമ്മളോട് സംസാരിക്കാൻ ഭയങ്കര സന്തോഷമാണ്. എനിക്കും അവരോട് സംസാരിക്കാൻ സന്തോഷമാണ്. ഞാൻ പോയി ഇരുന്ന് സംസാരിക്കും. അങ്ങനെ സംസാരിക്കുന്ന ഒരു താത്ത ഉണ്ടായിരുന്നു. ആ പുള്ളിയാണ് എൻ്റെ എല്ലാ ചെരുപ്പും, നമ്മൾ പുതുതായിട്ട് ചെരുപ്പ് വാങ്ങിക്കുമ്പോൾ ഒന്ന് തയ്പ്പിച്ചിട്ടാണല്ലോ യൂസ് ചെയ്യുന്നത്. ലെതർ ചെരുപ്പൊക്കെ ആകുമ്പോൾ ഒന്നും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്താൽ നമുക്ക് കുറച്ചും കൂടെ നല്ലതാണ്. അപ്പോൾ ഞാൻ ആ താത്തയുടെ അടുത്താണ് ഞാൻ എപ്പോഴും പോയി ചെരുപ്പ് തയ്പ്പിക്കുന്നത്. ഞാൻ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തുകൊണ്ടാണ്. ഇപ്പോൾ ഞാൻ പോയി നോക്കിയപ്പോൾ ഞാൻ വേറൊരു ചേച്ചി കുറച്ച് ദൂരത്തിലിരുന്ന് ചെരുപ്പ് തയ്ക്കുന്നുണ്ട്. ഞാൻ ഇവിടെ ഒരു താത്ത ഉണ്ടായിരുന്നല്ലോ, എന്ത് ചെയ്യുന്നു ചോദിച്ചപ്പോൾ ആ താത്ത മരിച്ചുപോയി എന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര വിഷമായി. അങ്ങനെ 2 ഇൻസിഡൻറ്റ് സംഭവിച്ചു. കാരണം ആ പുള്ളി എന്നോട് എപ്പോഴും ചോദിക്കും, അമ്മ ഒരു ബിരിയാണി വാങ്ങിക്കൊടു, അങ്ങനെ പറയുമായിരുന്നു. അപ്പോൾ ഞാൻ പറയും അടുത്ത പ്രാവശ്യം. പിന്നെ നമ്മൾ ജോലി ചെയ്തിട്ട് തിരിച്ചു വരുന്ന സമയത്ത് വണ്ടി ഒന്ന് നിർത്തിയിട്ടായിരിക്കും കൊടുത്തിട്ട് പോകുന്നത്. പിന്നെ നമ്മൾ എടുപ്പിക്കുന്ന വേറെ ആരെങ്കിലും വിട്ടൊക്കെ ആയിരിക്കും. അപ്പം ഞാൻ പൈസ കൂടുതൽ കൊടുക്കാറുണ്ട്. ബിരിയാണി വാങ്ങിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റിയില്ല. അത് ഒരു വിഷമമാണ്. താത്തയുടെ മൈൻഡും താത്തായിരുന്നു തയ്ക്കുന്ന ആ ഒരു പിക്കും ഒക്കെ എൻ്റെ മൈൻഡിൽ ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഓടി വരുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു ഇൻസിഡൻറ്റ് ഉള്ളത്, എൻ്റെ വാച്ചിൻ്റെ ബാറ്ററി, എനിക്ക് ഫോസിലിൻ്റെ ഒരു വാച്ച് ഉണ്ട്, കുറേ പഴയതാണ്, ഒരുപാട്. അതായത് എൻ്റെ അച്ഛൻ മരിച്ചു പോകുന്നതിന് മുന്നേ നമ്മൾ നാട്ടിൽ വന്ന സമയത്ത് പ്രാവശ്യം വാങ്ങിച്ച വാച്ചാണ്. അത് കളയാൻ എനിക്ക് മൈൻഡേ വന്നിട്ടില്ല. ബാക്കിയുള്ള വാച്ചുകളൊക്കെ വാങ്ങിച്ചിട്ടും ഞാൻ ആ വാച്ച് എപ്പോഴും കിട്ടും. ആ വാച്ചിനൊരു ബിഗ് ഫാൻ ബേസേ ഉണ്ട്, അനലോഗ് വാച്ചാണ്. അപ്പോൾ ആ വാച്ചിൻ്റെ ബാറ്ററി ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി ഇതുപോലൊരു വയസ്സായ ഒരു താത്തയുടെ അടുത്ത് മാറ്റുമായിരുന്നു. അപ്പോൾ പുള്ളി പറയുമായിരുന്നു, ഈ വാച്ചൊക്കെ ഇപ്പോൾ കിടക്കാതമ്മ, நல்லா இருக்கும், ഇപ്പോൾ അത് ഭദ്രമാ വെച്ചിക്കോ. അങ്ങനെ ഞാൻ കുറച്ച് സംസാരിക്കുമായിരുന്നു. അപ്പോൾ ഞാനൊരു ദിവസം ബാറ്ററി പോയി, നമ്മുടെ വീട്ടിലൊരു സ്റ്റാൻഡിങ് ക്ലോക്ക് ഉണ്ട്, അതിൻ്റെ ബാറ്ററി പോയി. ടെലിഫോണിലൊരു സ്റ്റാൻഡിങ് ക്ലോക്ക് ഉണ്ട്, ആ ബാറ്ററി മാറ്റാൻ ചെന്നപ്പം വേറെ കടയിലൊക്കെ ബാറ്ററി കിട്ടും, പക്ഷേ ഞാൻ പൊയ്ക്കൊണ്ടിരുന്ന ആ സ്ഥലങ്ങളിൽ എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിക് ഫീലിംഗ് ഉള്ള ഒരാളാണ്. അപ്പം ഞാൻ പോയി നോക്കിയപ്പോൾ താത്ത ഇല്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ആർക്കെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ നമ്മുടെ പേരൻസ് ഉണ്ടെങ്കിൽ, ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ, നമ്മളെ കൊണ്ട് പറ്റുന്ന സാഹചര്യമാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അവർക്ക് നമ്മളെ ഒരു സ്റ്റേജിൽ എത്തിച്ചു കഴിയുമ്പോൾ അവരൊന്നും നമ്മളുടെ അടുത്തുനിന്ന് പ്രതീക്ഷിച്ചിട്ടൊന്നുമല്ല നമുക്കിതൊന്നും ചെയ്യുന്നത്, ആണോ? ഒരിക്കലുമല്ല. അങ്ങനെ പ്രതീക്ഷിക്കുന്ന പേരൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളുടെ ഒരു നല്ല വാക്കോ, നമ്മളുടെ ഒരു സ്നേഹമോ, ഇതുപോലെ അവർക്ക് ഓർമ്മയുള്ള സമയത്തെ നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അവരുടെ ഓർമ്മ നശിച്ച ആ ഒരു സമയം മുതൽ പിന്നെ അവരില്ല ഈ ഭൂമിയിൽ, അല്ലേ? നമുക്ക് അങ്ങനെ ഒരാൾ പിന്നെ ഇല്ല. നമ്മൾ എന്ത് ചെയ്തിട്ടും പിന്നെ കാര്യമില്ല. അതുകൊണ്ട് എൻ്റെ ഒരു ഇതെന്താന്ന് വെച്ചാൽ, കഴിയുന്നത്ര എനിക്ക് ഗിഫ്റ്റ് ഒരുപാട് കൊടുക്കാൻ ആഗ്രഹമാണ്. എനിക്ക് ഗിഫ്റ്റ് ഒരുപാട് കൊടുക്കാൻ ഇഷ്ടമുള്ള ആളാണ്. ചെറുതും വലുതുമായിട്ടുള്ള, ഞാൻ ആലോചിച്ച് ചിന്തിക്കുക അവർക്ക് എന്ത് കിട്ടിയാലായിരിക്കും സന്തോഷം, അങ്ങനെ ഞാൻ ചെയ്യും. അതുപോലെ തന്നെ എന്നെയും ഞാൻ ടേക്ക് കെയർ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഓണത്തിൻ്റെ തിരക്കിലായിരിക്കും, ഞാൻ ഒരുപാട് കത്തി വെച്ച് കൊല്ലുന്നില്ല. ആ ഓണം നന്നായിട്ട് ആഘോഷിക്കുക. നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ 50 രൂപയോ 100 രൂപയോ നിങ്ങൾക്ക് എന്ത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നവരും കാണുമായിരിക്കും. ഞാൻ എല്ലാവരെയും കോമൺ ആയിട്ട് ചേർത്താണ് പറയുന്നത്. പറ്റുന്ന പോലെ ഒരു ഗിഫ്റ്റ് ഒരു 2 3 പേർക്ക് കൊടുക്കുക ഓണത്തിൻ്റെ അന്നോ പിറ്റേ ദിവസമോ എപ്പോഴെങ്കിലും അവർക്ക് ജീവിതത്തിൽ യൂസ് ആകുന്ന പോലത്തെ ഗിഫ്റ്റ്. എന്ത് സന്തോഷമാണ് അതിൽ നിന്ന് കിട്ടിയത് നിങ്ങൾ പറയുക. അപ്പോൾ എന്നെയും നിങ്ങളുടെ കൂട്ടിയിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഈ ഓണം നിങ്ങളോട് ആഘോഷിക്കുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ നിങ്ങളോടെല്ലാം ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നല്ലൊരു കണ്ടന്റുമായി വീണ്ടും കാണുന്നിടം വരെ ടേക്ക് കെയർ. ഹാപ്പി ഓണം.